അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും. നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും. മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക. പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ഈശോയെ, അവിടുത്തെ കുരിശിന്റെ ശക്തിയാൽ ഞങ്ങളെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്ത അങ്ങയുടെ അവർണ്ണനീയമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിലും അവിടുത്തെ കരുണയെ ആഗ്രഹിച്ചുകൊണ്ട് ആ കരുണയിൽ നിലനിന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അവിടുത്തെ ചാരെ അണയുന്നു. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കേവർക്കും നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ മഹത്വങ്ങളിലും സന്തോഷങ്ങളിലും പങ്കുപറ്റുവാൻ ചുറ്റുപാടുകളിലെ പലരും ഞങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാറുണ്ട്. കർത്താവേ, മരണത്തോളം എത്തുന്ന ഞങ്ങളുടെ സഹനങ്ങളുടെയും പ്രലോഭനങ്ങളുടെയും ഗത്സമനികളിൽ പലപ്പോഴും ഞങ്ങൾ തനിച്ചായി പോവുകയും അത്രമേൽ പ്രിയമുള്ളവരിൽ നിന്ന് പോലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സാന്നിധ്യവും ആശ്വാസവും ഞങ്ങൾക്ക് ലഭിക്കാതെയും പോവുകയും ചെയ്യുന്നു. കർത്താവേ, അലിവോടെ അങ്ങ് ഞങ്ങളുടെ അരികിലിരിക്കണമേ. വഴിയും മൊഴിയും മറന്ന് തളർന്നു തുടങ്ങിയ ഞങ്ങളുടെ പരീക്ഷണങ്ങളിൽ കനിവാർന്ന് അങ്ങ് ഞങ്ങളെ സമാശ്വസിപ്പിക്കണമേ. കർത്താവായ ഈശോയെ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന കൃപയുടെ ഉണർവിലും സാന്നിധ്യത്തിലും അവിടുന്ന് ഞങ്ങൾക്ക് സമീപസ്ഥനായിരിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ സകലരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത ഈശോനാഥ, അങ്ങേ പക്കൽ ആശ്വാസത്തിനായി ഞങ്ങൾ അണയുന്നു. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ സമ്പാദിച്ച സ്വത്തിനോ പണത്തിനോ ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ കഴിയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു. നൈമിഷികമായ സുഖങ്ങൾക്ക് പിന്നാലെ പായാതെ അനശ്വരമായ സ്വത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എന്നെ പരിപാലിക്കുവാൻ, കാത്തു സംരക്ഷിക്കുവാൻ
കാവൽ ദൂതരെ നൽകുന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. ഇനിയുമേറെ നിനക്കായി ജീവിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇടയാകട്ടെ. ക്ഷീണിച്ചു പോകുമ്പോഴും രോഗാതുരരാകുമ്പോഴും അവിടുന്ന് ഞങ്ങളെ തൊട്ടു സുഖപ്പെടുത്തേണമേ. നിരാശ കാർന്നു തിന്നുന്ന വേളയിൽ നിന്റെ കരസ്പർശനത്താൽ എന്നെ വീണ്ടെടുക്കണമേ. ഈശോയെ, ഇനിയുള്ള ഓരോ നിമിഷവും നിന്റെ മുഖം കാണുവാൻ സഹജീവികളെ, സഹോദരങ്ങളെ അധികമായി സ്നേഹിക്കുവാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഇടവരുത്തേണമേ. നിത്യപിതാവിന്റെ സ്നേഹത്തിൽ, പുത്രനായ യേശുവിന്റെ സംരക്ഷണയിൽ, റൂഹ തമ്പുരാന്റെ സഹവാസത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ യാചന, നിങ്ങളുടെ പ്രത്യേകമായ ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം. കേൾക്കണമേ. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ച് ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗവും എത്രയും വേഗം സാധിച്ചു തരുവാൻ അവിടുത്തെ കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഞങ്ങളുടെ മേൽ കൃപ നിറയ്ക്കണമേ. അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിന് മഹത്വവും സ്തുതിയും അർപ്പിക്കുവാൻ എല്ലായ്പ്പോഴും ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ.